സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. ഏറ്റവും പുതിയൊരു അപ്ഡേഷനുമായിട്ടാണ് ഞാൻ ഈ വീഡിയോയുമായി വന്നിരിക്കുന്നത്. അതായത് ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തിൻ്റെ അധികാരം ഇറാന് വിട്ടുകൊടുക്കാൻ അമേരിക്ക തത്വത്തിൽ തയ്യാറായിരിക്കുന്നു എന്നുള്ള ഒരു വാർത്തയാണ് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള അങ്ങോട്ടേക്കുള്ള പ്രവേശനത്തിൻ്റെ അധികാരം ഇറാന് വിട്ടുകൊടുക്കാൻ തയ്യാറാണ് എന്നുള്ള കാര്യം അമേരിക്ക തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് അറിയുന്നത്. അതായത് ഇപ്പോൾ ഈ ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട് ഇറാനും ഒമാനും തമ്മിൽ ചർച്ച നടക്കുകയാണ്. അമേരിക്കയുമായി യാതൊരുവിധ ചർച്ചയും ഇറാൻ നടത്തുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധയോടെ വീക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ഒമാനും ഇറാനും തമ്മിൽ ഹോർമൂസ് കടലിടുക്കിൻ്റെ അപ്പുറവും ഇപ്പുറവും കിടക്കുന്ന രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ചർച്ച നടന്നു. അതിൻ്റെ ഭാഗമായി ഒരു കരാറിലേക്ക്, ഒരു ധാരണയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഒമാൻ അക്കാര്യം അമേരിക്കയെ അറിയിച്ചിട്ടുണ്ട്. അമേരിക്കയ്ക്കും ഈ രീതി സമ്മതമാണ് എന്നുള്ള വിവരമാണ് ഇപ്പോൾ റോയിറ്റേഴ്സ് ചില സോഴ്സുകളെ ഉദ്ധരിച്ച് റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് ഹോർമൂസ് കടലിടുക്കിലേക്ക് പ്രവേശിക്കുന്ന കപ്പലുകളുടെ നിയന്ത്രണം ഇറാന് ലഭിക്കാവുന്ന രീതിയിലുള്ള കരാർ, അതാണ് ഇപ്പോൾ പരിഗണനയിലുള്ളത് എന്നാണ്. അതായത് അത് അമേരിക്ക ഭാഗികമായി അംഗീകരിച്ചു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. അത് സംബന്ധിച്ചുള്ള ചില വിവരങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അത് നമുക്ക് വിശദമായി സംസാരിക്കാം. അതിനിടെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നുണ്ട്. ദുബായിലെ ജബൽ അലി വ്യവസായ മേഖലയിൽ ഒന്നിലധികം സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്തു എന്നുള്ള വാർത്ത വരുന്നുണ്ട്. ഇതിന് പിന്നിൽ ഹൂതികളാണ് എന്നുള്ള ചില അഭ്യൂഹങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോയുമായി വന്നത്. ആദ്യം ഈ ഹോർമൂസുമായി ബന്ധപ്പെട്ട കരാറിൻ്റെ കാര്യത്തിലേക്ക് പോകാം. റോയിറ്റേഴ്സ് എങ്ങനെയാണ് ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ആദ്യം നമുക്ക് പരിശോധിക്കാം. അവർ പറയുന്നത് ഒരു 6 പോയിൻറ്റുകൾ അല്ലെങ്കിൽ 5 പോയിൻറ്റുകളാണ് അവർ ആദ്യമായി പറയുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹോർമൂസ് കടലിടുക്കിലേക്ക് പ്രവേശിക്കുന്ന കപ്പലുകളുടെ നിയന്ത്രണം ഇറാന് ലഭിച്ചേക്കാവുന്ന രീതിയിൽ, അതായത് അങ്ങോട്ടേക്ക് പ്രവേശിക്കുമ്പോൾ അത് ഇറാൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലായിരിക്കും, തിരിച്ചു പോകുമ്പോൾ ഒമാൻ്റെ നിയന്ത്രണത്തിലായിരിക്കും. അതായത് ഇറാൻ്റെ തീരത്തിൽ കൂടി പ്രവേശിക്കുകയും ഒമാൻ്റെ തീരത്തുകൂടി തിരിച്ചു വരികയും ചെയ്യുന്ന ഒരു 2 വേ സംവിധാനം, അതാണ് ഹോർമൂസിൽ ഇപ്പോൾ ആ രീതിയിലുള്ള ചർച്ചകളാണ് നടക്കുന്നത്. ആ രീതിയിലുള്ള ചർച്ചകൾക്ക് ഇറാൻ പച്ചക്കൊടി കാണിച്ചിരിക്കുന്നു എന്നുള്ളതാണ് റോയിറ്റേഴ്സിനെ പോലുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് ഇറാനെ സംബന്ധിച്ച് വലിയ നയതന്ത്ര നേട്ടമാണ് എന്ന് തന്നെ പറയാം. അതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ നിർദ്ദിഷ്ട കരാർ പ്രകാരം പേർഷ്യൻ ഗൾഫിലേക്ക് പ്രവേശിക്കുന്ന കപ്പലുകൾ ഇറാൻ്റെ തീരത്തോട് ചേർന്നുള്ള വടക്കൻ പാതയിലൂടെ സഞ്ചരിക്കും. ഈ പാതയുടെ പൂർണ്ണ നിയന്ത്രണം ഇറാനായിരിക്കും. ഔട്ട് ബൗണ്ട് ട്രാഫിക് നിയന്ത്രണം, അതായത് ഗൾഫിൽ നിന്ന് പുറത്തേക്ക് വരുന്ന പേർഷ്യൻ ഗൾഫിൽ നിന്ന് പുറത്തേക്ക് വരുന്ന കപ്പലുകളുടെ നിയന്ത്രണം ഒമാനായിരിക്കും. അത് തെക്കൻ പാത ഉപയോഗിച്ചായിരിക്കും, ഒമാൻ്റെ അടുത്തുള്ള പാത ഉപയോഗിച്ചായിരിക്കും കപ്പൽ തിരികെ വരുന്നത്. ഇതും ഇറാൻ്റെ നിരീക്ഷണത്തിലായിരിക്കും. അവിടെ നമ്മൾ പറയേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് വരുമ്പോഴും 2 പാത ഉപയോഗിക്കുമെങ്കിലും ഇറാൻ്റെ നിരീക്ഷണത്തിൽ തന്നെ ആയിരിക്കും കാര്യങ്ങൾ. അതായത് ഹോർമൂസിൻ്റെ പൂർണ്ണമായ നിയന്ത്രണം ഇറാൻ്റെ കൈകളിലേക്ക് എത്തുന്നു, അല്ലെങ്കിൽ ഇറാൻ്റെ കൈകളിൽ തന്നെ തുടരുന്നു, അതിന് അമേരിക്ക സമ്മതിക്കുന്നു എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഈ മിഡിൽ കോറിഡോർ പ്രാഥമിക ഘട്ടത്തിൽ കടലിടുക്കിൻ്റെ നാവിക മൈനുകൾ നീക്കം ചെയ്ത ശേഷം വരും ദിവസങ്ങളിൽ ഇരു ദിശകളിലേക്കുമുള്ള കപ്പലുകൾക്കായി ഒമാനും ഇറാനും ചേർന്ന് സംയുക്തമായ ഒരു മധ്യപാത വികസിപ്പിക്കും എന്നും CNN പോലുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതായത് ഇപ്പോൾ നടുക്കുള്ള പാത മൈനുകളും മറ്റും കൊണ്ട് ഇറാൻ നിറച്ചിരിക്കുകയാണ്. അതും ഭാവിയിൽ വൃത്തിയാക്കി അതിനെയും ഉപയോഗിക്കും. പക്ഷേ അപ്പോഴും നിയന്ത്രണം, നിരീക്ഷണം ഇതെല്ലാം ഇറാൻ്റെ കീഴിലായിരിക്കും എന്നാണ് ഈ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നു. ഇതിന് ഇറാൻ്റെ ഭാഗത്തു നിന്ന് വളരെ പോസിറ്റീവായിട്ടുള്ള രീതിയിലുള്ള പ്രതികരണം ഉണ്ടായിട്ടുണ്ട്. പിന്നീട് അമേരിക്കൻ പ്രസിഡന്റ് തന്നെ പറയുന്നത് എന്താണ്? അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നത് വളരെ നൈസായിട്ട് ചർച്ചകൾ നടക്കുന്നു, നല്ല രീതിയിൽ ചർച്ചകൾ നടക്കുന്നു എന്നാണ് ട്രംപിൻ്റെ പ്രതികരണം വന്നിട്ടുള്ളത്. ആ ട്രംപിൻ്റെ പ്രതികരണം കൂടി നമുക്ക് കാണേണ്ട ഒരു കാര്യമുണ്ട്. അതായത് അമേരിക്കയുടെ മുൻ നിലപാടുകളിൽ നിന്ന് പിന്നോട്ട് പോകുന്ന രീതിയിലാണ് ട്രംപിൻ്റെ ഇപ്പോഴത്തെ പ്രതികരണങ്ങൾ വരുന്നത്. വളരെ നൈസായിട്ട് ചർച്ചകൾ മുന്നോട്ട് പോകുന്നു എന്ന് അദ്ദേഹം പറയുന്നു. അതായത് വലിയ പുരോഗതി, ഇറാനുമായുള്ള ചർച്ചകളിൽ വലിയ പുരോഗതി ഉണ്ടായിട്ടുണ്ട് എന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നത് സംബന്ധിച്ച പ്രഖ്യാപനം ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ ഉണ്ടായേക്കുമെന്നാണ് ട്രംപ് സൂചിപ്പിക്കുന്നത്. ഇത് ഒരു ദിവസം നീണ്ട ചർച്ച, ചൊവ്വാഴ്ച ഇറാനുമായി US മുഴുവൻ നീണ്ടു നിന്ന ചർച്ച നടത്തിയതായിട്ട് ട്രംപ് സ്ഥിരീകരിക്കുന്നു. പക്ഷേ ഇറാൻ പറയുന്നത് ഞങ്ങൾ അമേരിക്കയുമായി യാതൊരുവിധ ചർച്ചയും നടത്തിയിട്ടില്ല എന്നുള്ള കാര്യമാണ്. ഞങ്ങൾ ചർച്ച നടത്തിയത് ഒമാനുമായിട്ട് മാത്രമാണ്.
ഒമാൻ എന്ന് പറയുന്നത് ഹോർമൂസ് കടലിടുക്കിൻ്റെ മറുഭാഗത്ത് കിടക്കുന്ന രാജ്യമായതുകൊണ്ട് ഒമാനുമായി ഹോർമൂസിൻ്റെ കാര്യം ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് ചർച്ച നടത്തി എന്നാണ് അബ്ബാസ് അരാക്ചി പോലുള്ള നേതാക്കൾ പറയുന്നത്. നമുക്കറിയാം, നിരവധി വട്ടം അബ്ബാസ് അരാക്ചി ഒമാനിൽ പോയി ഈ ഹോർമൂസുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു തുടർച്ച, അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഒമാൻ ആദ്യം ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു. അത് ഇറാൻ തള്ളി. അതായത് ഈ ചുങ്കം പിരിക്കാൻ പറ്റില്ല, പകരം സെസ് പിരിക്കാം, അത് സ്വമേധയാ പിരിക്കാം എന്നുള്ള രീതിയിലുള്ള ഒരു നിർദ്ദേശം ഒമാൻ മുന്നോട്ട് വെച്ചു. പക്ഷേ അത് പറ്റില്ല എന്ന് ഇറാൻ നിലപാടെടുത്തു. അതിനുശേഷവും ഒമാൻ തീരത്തിന് അടുത്തുകൂടി പോയ കപ്പലിനെ ഇറാൻ ആക്രമിച്ചു. അപ്പോൾ ആ ചർച്ച അവിടെ പൊളിഞ്ഞു. അതിനുശേഷം അടുത്ത നിർദ്ദേശം മുന്നോട്ട് വെച്ചു. അതിനിടയിൽ അമേരിക്കയുടെ കയ്യിൽ മിസൈൽ തീർന്നു, പ്രതിരോധ മിസൈലുകൾ തീർന്നു. പിന്നെ നമ്മൾ അറിയുന്നത്, അമേരിക്കയുടെ കയ്യിൽ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് വന്നതുപോലെ അമേരിക്കയുടെ കയ്യിലുണ്ടായിരുന്ന ദീർഘദൂര മിസൈലുകളുടെ ശേഷി കുത്തനെ കുറഞ്ഞു. അവർക്കിനി ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയുണ്ട് എന്നുള്ള വാർത്തകൾ പുറത്തേക്ക് വന്നു. അതിനിടയ്ക്ക് ഇന്നലെ ഞാൻ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ ചില നിർദ്ദേശങ്ങൾ അമേരിക്ക മറ്റ് വിശകലന വിദഗ്ധരിൽ നിന്നും സൈനിക ഉപദേഷ്ടാക്കളിൽ നിന്നും അമേരിക്കൻ സെൻട്രൽ കമാൻഡ്, അതായത് പശ്ചിമേഷ്യയിലെ അമേരിക്കയുടെ എല്ലാ സൈനിക കാര്യങ്ങളും നിയന്ത്രിക്കുന്ന അമേരിക്കൻ സെൻട്രൽ കമാൻഡ് ചോദിച്ചു. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഇറാനെ തോൽപ്പിക്കാനുണ്ടോ എന്നുള്ളൊരു ചോദ്യം വരെ ചോദിക്കേണ്ട ഒരു പരിതാപകരമായ അവസ്ഥയിലേക്ക് അമേരിക്ക മാറി. അതിനിടയ്ക്കാണ് ഇങ്ങനെ ഒരു ചർച്ച, അതായത് ഒമാനും ഇറാനും തമ്മിൽ ചർച്ച നടന്നു. പക്ഷേ അമേരിക്ക അവകാശപ്പെടുന്നത് ഞങ്ങൾ ആ ചർച്ചയിൽ ഉണ്ട് എന്നാണ്. പക്ഷേ ഇറാൻ പറയുന്നു ഞങ്ങൾ ഒമാനുമായിട്ടും ഖത്തറുമായിട്ടും മാത്രമാണ് ചർച്ച നടത്തിയിട്ടുള്ളത്, അമേരിക്ക ആ ചിത്രത്തിലേ ഇല്ല എന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. എന്തായാലും ചർച്ചയുടെ ഫലമാണ് ഞാൻ ഇവിടെ പറയുന്നത്. അതായത് പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, ഈ സേവന നികുതി. ഇനി മറ്റൊരു പോയിന്റ് ഉള്ളത് സേവന നികുതി. ഈ കരാർ പ്രകാരം കപ്പലുകളിൽ നിന്ന് നേരിട്ട് ടോൾ ഈടാക്കില്ല എങ്കിലും സുരക്ഷയും പരിസ്ഥിതി സംരക്ഷണവും മുൻനിർത്തി കപ്പലുകളിൽ നിന്ന് ഒരു നിശ്ചിത സർവീസ് ഫീ ഈടാക്കാൻ ഇറാനും ഒമാനും തമ്മിൽ ധാരണയിലായിട്ടുണ്ട് എന്ന് അൽ അറേബ്യ പോലുള്ള ഗൾഫ് മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു. എന്തായാലും ഇറാൻ്റെ രാഷ്ട്രീയ വിജയമാണ് ഇവിടെ ഉണ്ടാകുന്നത് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ വിലയിരുത്തുന്നത്. യുദ്ധത്തിന് മുമ്പ് ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ ഇത്തരം ഔദ്യോഗിക നിയന്ത്രണങ്ങൾ ഇല്ലായിരുന്നു എന്നുള്ള കാര്യം ഈ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. പുതിയ മാറ്റം ഇറാൻ്റെ വലിയൊരു തന്ത്രപരമായ വിജയമായിട്ടാണ് ന്യൂയോർക്ക് ടൈംസിനെ പോലുള്ള അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരു താൽക്കാലിക ഉടമ്പടിയാണ്. ഈ പുതിയ കരാർ 60 ദിവസത്തെ താൽക്കാലിക വെടിനിർത്തലിൻ്റെ ഭാഗമായിട്ടായിരിക്കും നടപ്പിലാക്കുക എന്നാണ് ഈ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അമേരിക്ക തങ്ങളുടെ മുൻകാല കരാർ ലംഘനങ്ങൾ തിരുത്തിയാൽ മാത്രമേ ജലപാത പൂർണ്ണമായും തുറക്കൂ എന്നാണ് ഇറാൻ്റെ വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുന്നത്. അതായത് ഇറാനെ ഇനിയും ചതിക്കാൻ അമേരിക്ക തയ്യാറെടുക്കുന്നുവെങ്കിൽ ഹോർമൂസ് കൂടുതൽ തങ്ങൾ പിടിച്ചെടുക്കും എന്നുള്ള ഒരു നിലപാടാണ് ഇപ്പോൾ എന്തായാലും ഇറാൻ മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിനിടയ്ക്കാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സംഭവം നടന്നത്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ആ വാർത്ത എന്ന് പറയുന്നത് ദുബായിലെ ജബൽ അലി വ്യവസായ മേഖലയിൽ ഒന്നിലധികം സ്ഫോടനങ്ങളും തീപിടുത്തവും ഉണ്ടായതായിട്ടുള്ള റിപ്പോർട്ടുകളാണ്. ഇപ്പോഴത്തെ സാഹചര്യം ഇതാണ്. ദുബായിലെ തന്ത്രപ്രധാനമായിട്ടുള്ള ജബൽ അലി തുറമുഖത്തിന് സമീപത്തുള്ള വ്യവസായ മേഖലയിൽ 20 മിനിറ്റിനിടെ 7ഓളം സ്ഫോടനങ്ങൾ ഉണ്ടായതായിട്ടാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ ഹൂതികൾ ആക്രമിച്ചതാണ് എന്നുള്ളൊരു സംശയമാണ് ഇപ്പോൾ ചില മാധ്യമങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. യമനിലെ ഹൂതി വിമതർ നടത്തിയ മിസൈൽ അല്ലെങ്കിൽ ഡ്രോൺ ആക്രമണമാകാം ഇതിന് പിന്നിലെന്നാണ് ചില ഇറാനിയൻ മാധ്യമങ്ങൾ ആരോപിക്കുന്നത്. പക്ഷേ ഇതിന് കൃത്യമായ കാരണം വ്യക്തമല്ല. അതായത് ഇതുവരെ UAE ഇത് സംബന്ധിച്ച് ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല. അധികൃതരുടെ ഭാഗത്തു നിന്ന് വരുന്ന വിശദീകരണം ഇങ്ങനെയാണ്. UAE അധികൃതർ സ്ഫോടന ശബ്ദങ്ങളും തീപിടുത്തവും സ്ഥിരീകരിക്കുന്നുണ്ടെങ്കിലും ഇത് ഹൂതികളുടെ ആക്രമണം കാരണമാണോ അതോ വ്യവസായ മേഖലയിൽ ഉണ്ടായ അപകടമാണോ എന്ന് ഔദ്യോഗികമായി വ്യക്തമാക്കിയിട്ടില്ല എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ധനം സൂക്ഷിക്കുന്ന ഒരു വെയർഹൗസിലാണ് തീപിടുത്തം ഉണ്ടായതെന്നാണ് നാസയുടെ തെർമൽ ഇമേജറി സൂചിപ്പിക്കുന്നത്. സംഭവ സമയത്ത് ചില ദൃശ്യങ്ങൾ പകർത്തിയ 2 പേരെ സുരക്ഷാ ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. എന്തായാലും ഒരു ഭാഗത്ത് ഒമാനും ഇറാനും തമ്മിലുള്ള ചർച്ചകൾ നല്ല രീതിയിൽ മുന്നോട്ട് പോയി അതൊരു പരിസമാപ്തിയിലേക്ക് എത്തുന്നു. അമേരിക്ക തന്നെ പറയുന്നു ചർച്ചകൾ നല്ല രീതിയിൽ പോകുന്നു. ഹോർമൂസിൻ്റെ നിയന്ത്രണം ഇറാൻ്റെ കൈവശത്തിലേക്ക് എത്തുന്നു. പക്ഷേ മറുഭാഗത്ത് ഹൂതികൾ നടത്തുന്ന ചില നീക്കങ്ങൾ അത് എങ്ങനെ ഈ ഒരു ചർച്ചകളെ ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ ചില ആശങ്കകൾ വരികയാണ്. പക്ഷേ ഇറാൻ്റെ നിർദ്ദേശമില്ലാതെ ഹൂതികൾ ഒരു ആക്രമണവും നടത്തില്ല എന്നുള്ളതാണ് സമീപകാല ചരിത്രങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഇറാൻ്റെ മറ്റെന്തെങ്കിലും തന്ത്രമാണോ എന്നുള്ള കാര്യം നമുക്ക് അറിയില്ല. പക്ഷേ ഇപ്പോൾ അത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. ഇനി ഈ സ്ഫോടനങ്ങൾ നടത്തിയത് ഹൂതികളാണോ എന്നുള്ള കാര്യവും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. എന്തായാലും
അവിടെ 7ഓളം സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം സത്യമാണ്. എന്തായാലും ഇതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ ഹോർമൂസ് കടലിടുക്കിൻ്റെ നിയന്ത്രണം ഇറാനിലേക്ക് വരുന്നു എന്നുള്ള രീതിയിൽ നേരത്തെ തന്നെ 2 ദിവസം മുമ്പ് തന്നെ ഇത് സംബന്ധിച്ച് ചില സൂചനകളുണ്ടായിരുന്നു. പക്ഷേ അത് ഇറാൻ നേതൃത്വമോ അല്ലെങ്കിൽ ഒമാൻ നേതൃത്വമോ സ്ഥിരീകരിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അതിനൊരു സ്ഥിരീകരണം വരികയാണ്. അൽ അറേബ്യ പോലുള്ള മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. റോയിറ്റേഴ്സിനെ പോലുള്ള മാധ്യമങ്ങൾ വ്യക്തമായ സോഴ്സുകളുടെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് ഇറാനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ വിജയമാണ്. ട്രംപ് പറഞ്ഞെടുത്ത് നിന്ന് പിൻവാങ്ങേണ്ടി വന്നിരിക്കുന്നു. ഇറാൻ്റെ യുദ്ധതന്ത്രത്തിന് മുന്നിൽ ട്രംപ് വീണ്ടും പരാജയപ്പെട്ടിരിക്കുന്നു. അതായത് ഹോർമൂസ് കടലിടുക്ക് എന്ന് പറയുന്ന അവരുടെ ഏറ്റവും വലിയ ആയുധം ഉപയോഗിച്ച് അമേരിക്കയെ ഇറാൻ പരാജയപ്പെടുത്തിയിരിക്കുന്നു. അതായത് ആ രീതിയിൽ 60 ദിവസത്തെ കരാറാണെങ്കിൽ 60 ദിവസത്തെ കരാർ, പക്ഷേ ഈ 60 ദിവസത്തെ കരാറിൽ ഞങ്ങൾ നിരീക്ഷിക്കും അമേരിക്ക എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, ഇനിയും ഞങ്ങളെ ആക്രമിക്കാൻ അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്നതിനപ്പുറം ഹോർമൂസിൽ എന്തെങ്കിലും നീക്കം നടത്തിയാൽ ഞങ്ങൾ ശക്തമായി തിരിച്ചടിക്കും എന്ന് തന്നെയാണ് ഇറാൻ പറയുന്നത്. നമ്മൾ ഓർക്കണം, ഹോർമൂസുമായി ബന്ധപ്പെട്ട് തന്നെയാണ് വീണ്ടും വീണ്ടും അമേരിക്കയുടെ ആക്രമണങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. അതായത് ഇറാൻ പറഞ്ഞ പാതയിലൂടെ സഞ്ചരിക്കാതെ കപ്പലുകൾ പോയതോടുകൂടി അവിടെയെല്ലാം ഇറാൻ ആക്രമണം നടത്തുകയും ഉടനെ തന്നെ അമേരിക്ക ഇറാനിലേക്ക് ആക്രമണം നടത്തുകയും അത് വീണ്ടും കരാർ പൊട്ടിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ കരാറുകളെല്ലാം വെടിനിർത്തൽ കരാറുകളെല്ലാം അപ്രസക്തമാകുന്ന രീതിയിൽ ഇരുഭാഗത്തു നിന്നും ആക്രമണങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അത് ഇനിയും ആവർത്തിച്ചാൽ, അതായത് തങ്ങൾ പറയുന്നതിനനുസരിച്ചല്ലാതെ കപ്പലുകൾ സഞ്ചരിച്ചാൽ ഇനിയും ആക്രമിക്കും എന്ന് തന്നെയാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. എന്തായാലും ഒമാൻ ഒരു നിർണായകമായ പങ്ക് ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു വിശദീകരണം അല്ലെങ്കിൽ വിലയിരുത്തലാണ് പൊതുവേ വരുന്നത്. പിന്നീട് ഖത്തർ ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇവർക്കെല്ലാം പ്രശ്നം എന്ന് പറയുന്നത് ഈ ഹോർമൂസ് അടഞ്ഞു കിടക്കുന്നത് കൊണ്ട് തന്നെ ഖത്തറിൻ്റെ എല്ലാം വ്യാപാരം, ചിപ്പ് വ്യാപാരം, ഒപ്പം ഈ AI ടൂളുകളുടെയൊക്കെ വ്യാപാരം വലിയ രീതിയിൽ തകർന്നു കിടക്കുന്നൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഖത്തറും ഒമാനും മുൻകൈ എടുത്ത് എന്നാൽ പാകിസ്ഥാനെ ഒഴിവാക്കി നിർത്തിയുള്ള ഒരു ചർച്ചയാണ് ഇപ്പോൾ നടന്നത് എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും ഇതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം. ഞാൻ ഒരിക്കൽ കൂടി പറയാം, അതായത് അങ്ങോട്ടേക്ക് ഒമാൻ കടലിൽ നിന്ന് പേർഷ്യൻ ഗൾഫിലേക്ക് കടക്കുന്നതിൻ്റെ പൂർണ്ണ നിയന്ത്രണം ഇറാനായിരിക്കും. കപ്പലുകളുടെ പൂർണ്ണ നിയന്ത്രണം, നിരീക്ഷണം ഇതെല്ലാം ഇറാനായിരിക്കും. അപ്പോൾ ഇറാൻ തീരം വഴിയായിരിക്കും കപ്പലുകൾ സഞ്ചരിക്കുക. എന്നാൽ തിരികെ വരുമ്പോൾ ഒമാൻ തീരം വഴി തിരികെ വരും. പക്ഷേ അപ്പോഴും നിരീക്ഷണത്തിൻ്റെ ചുമതല ഇറാന് തന്നെയായിരിക്കും. അങ്ങനെ നോക്കിയാൽ ഇറാന് ഇത് രാഷ്ട്രീയ വിജയം. ട്രംപിന് തൻ്റെ വാക്കുകളിൽ നിന്ന് പിൻവാങ്ങേണ്ടി വന്നിരിക്കുന്നു. ട്രംപ് പറഞ്ഞിരുന്നത് ഒരു തരത്തിലും ഇറാനെ ഹോർമൂസ് നിയന്ത്രിക്കാൻ അനുവദിക്കില്ല എന്നായിരുന്നു. പക്ഷേ അതിൽ നിന്നെല്ലാം ട്രംപിന് പിൻവാങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉണ്ടായിരിക്കുന്നത്. അതിനിടയ്ക്കാണ് ജബലലി വ്യവസായ കേന്ദ്രവുമായി ബന്ധപ്പെട്ടുള്ള സ്ഫോടനങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതാണ് നിലവിൽ നിങ്ങൾക്ക് നൽകാനുള്ള ഒരു അപ്ഡേറ്റ്. ഈ വീഡിയോയെക്കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. എന്തെങ്കിലും ഞാൻ പറഞ്ഞതിൽ ഏതെങ്കിലും പുതിയത് കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഞാൻ അൻഷാദ് മില്യാസ്, സൈനിങ് ഓഫ്.